ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കലത്തപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെ ഞാനിതാ ഇന്ന് കലത്തപ്പം ഉണ്ടാക്കിയിട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ടെങ്കിലും ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും വന്നില്ല കേട്ടോ. ഇതാ ഈ നാരൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ഒരു 4-5 മണിക്കൂർ പച്ചരി കുതിർക്കാൻ വെച്ചിരുന്നു കേട്ടോ. അത് ഞാനിതാ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് കൂടെ 2 സ്പൂണ് തേങ്ങ ചിരകിയതും തേങ്ങ എടുത്ത അതേ അളവിൽ തന്നെ അതേ സ്പൂണിൽ തന്നെ ഞാൻ 2 സ്പൂണ് ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ പച്ചരിയുടെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു ചെറിയ സ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 4-5 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും പൊടി കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാനാണ്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ശർക്കര പാനിയും കൂടി വരുമ്പോൾ മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിതാ അത് അരച്ച് വരുന്ന സമയം കൊണ്ട് 2 ആണി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര പാനി റെഡിയാക്കുകയാണേ. അപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. മിക്സൊക്കെ നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ശർക്കര പാനിയും കൂടി ചൂടാറുന്നതിന് മുമ്പേ തന്നെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂട് വിടുന്നതിന് മുമ്പേ തന്നെ മിക്സ് ചെയ്യാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ സമയത്ത് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കരയുടെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാൻ 2 ശർക്കരയെ ഇട്ട് കൊടുക്കുന്നുള്ളേ. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ മിക്സും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ മിക്സ് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ഞാൻ അടുപ്പത്തേക്ക് ഒരു അലൂമിനിയം കുക്കറാണ് വെച്ച് കൊടുക്കുന്നത്. ഈ അലൂമിനിയം കുക്കറിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂണ്, ചെറിയൊരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങാക്കൊത്തും നമ്മുടെ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്കതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ആദ്യത്തെ 30 സെക്കൻഡ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് കുക്ക് ചെയ്തെടുത്തത്. നമ്മുടെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10-15 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടും നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടോ. അപ്പോൾ നമ്മുടെ കലത്തപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, അടി ഒന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ആദ്യത്തെ ഒരു പരീക്ഷണം മാത്രമാണ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണേ.